നമസ്കാരം. വരമ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും. ഇന്ന് നമ്മുടെ യാത്ര എത്തിയിരിക്കുന്നത് നമുക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരു കലാകാരൻ്റെ അടുത്തേക്കാണ്. ജോബി പാലയാണ് ഇന്ന് നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത്. ജോബി ചേട്ടാ നമസ്കാരം. എന്താ വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. പുതിയ വിശേഷം കണിമംഗലം കോവിലകം എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഉണ്ടായിരുന്നു, ഭയങ്കര ഹിറ്റായിരുന്നു. ഒരു സമയത്ത് ഒരുപാട് വൈറലായ സീരീസ്. അപ്പം ഞാൻ അവരുടെ എല്ലാ എപ്പിസോഡിലൊന്നും ഇല്ല, കുറച്ച് എപ്പിസോഡിലൊക്കെ ഞാൻ പങ്കെടുത്തുള്ളൂ. അപ്പോൾ അതിൽ ഒരു അധ്യാപകനായിട്ട് ഞാനൊരു കഥാപാത്രമായിട്ട് വന്നു. അതിൽ ടീച്ചറായിട്ട് പഠിപ്പിക്കാൻ വരുന്നത് മറ്റേ സ്ഫടികത്തിലെ അത് ആ ചോദ്യങ്ങളൊക്കെ എല്ലാം ഒത്തിരി പേര് കണ്ടതാ. അപ്പോൾ ആ കഥാപാത്രം എവിടെ ചെന്നാലും ആൾക്കാർ ഇങ്ങനെ ചോദിക്കും, പ്രത്യേകിച്ച് പിള്ളേരാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർ സിനിമ ഇറക്കി, കണിമംഗലം കോവിലകം അടുത്ത റിലീസായി. അതിൽ ഈ അധ്യാപകൻ തന്നെ വരുന്നുണ്ട്, ഈ കഥാപാത്രം തന്നെ. ഈ കഥാപാത്രം വരുന്നത് ഈ സ്റ്റുഡൻസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഒരുപാട് വരികയും അത് വൈറലാവുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ അടുത്ത കാലത്ത്. അതെ 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 അതെ. അപ്പോൾ ഇത് നല്ല ഹൈപ്പ് കിട്ടിയ ഒരു കഥാപാത്രം. ഇത് ഭയങ്കര ഹൈപ്പ് കിട്ടി. ഒരു കഥാപാത്രം, പുള്ളി ഒരു കോമാളി അധ്യാപകനാണ്, എന്നാൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. എന്നാൽ പിള്ളേരോട് സ്നേഹം ഉണ്ട് താനും. അപ്പോൾ അങ്ങനത്തെ ഒരു കഥാപാത്രം. ഈ സ്റ്റുഡൻസിൻ്റെ ഇടയിലേ ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾക്കൊക്കെ ഒരു ഷെയറും ഒക്കെ ചെയ്യുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു സ്കൂളിലെ അല്ല കോളേജിലേക്ക് അനുഭവങ്ങളായിരിക്കും ഈ കഥാപാത്രത്തോട് ചേർന്ന് വരുന്നത്. അപ്പോൾ അതിന് കിട്ടുന്ന ഒരു റീച്ച് ഭയങ്കരമായിരിക്കും. അതെ അതെ അതെ. അത് നമ്മൾ വെളിയിലിറങ്ങുമ്പോൾ ഈ കൊച്ചു പിള്ളേരടക്കം ചേട്ടാ കണിമംഗലം ഞങ്ങൾ കാണാറുണ്ട്. അപ്പം ഞാനോർത്തു ഇതിങ്ങനെ നമുക്ക് ഇപ്പോഴത്തെ ജനറേഷൻ്റെ ആ മൈൻഡ് അന്നേരം മനസ്സിലാകുന്നത്. അപ്പോൾ ഈ നമ്മൾ കടയിലൊക്കെ സാധനം മേടിക്കാൻ പോകുമ്പോഴൊക്കെ കുഞ്ഞു പിള്ളേരൊക്കെ കാണുന്നുണ്ട്. ഒരു 5ലും 7ലൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ വന്ന് അത് കണ്ടിട്ടുള്ള സ്നേഹം തരുന്ന വലിയ സന്തോഷമാണ്. ഈ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഈ സീരീസുകളൊക്കെ ആളുകൾ കാണുന്നൊരു സമയം ഇപ്പോൾ. അപ്പോൾ അതിൽ ഒരു ക്യാരക്ടറായിട്ടൊക്കെ വന്നാൽ നമുക്ക് അത്രയും റീച്ച് കിട്ടുന്നുണ്ട്. അതെ. പക്ഷെ നമ്മളത് ചിന്തിക്കുന്നില്ല, ഇത് എല്ലാവരും കാണുന്നുണ്ടോ എന്നുള്ളത്. അത് തന്നെ ഞാനും അങ്ങനെ ചിന്തിച്ചേ. നമ്മളിപ്പോൾ ചോദിച്ചേട്ടാ ഇന്ന് ഫ്രീ ആണോ? അതെ, നമുക്കൊരു വർക്ക് ഉണ്ടായിരുന്നു, ചെയ്യാൻ പറ്റുമോ? അവരല്ല എന്നാ ഒരു അധ്യാപകനായിട്ടോ, എന്നാ സിനിമയാണോ? അല്ല, ഒരു വെബ് സീരീസാണ്. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇത് സംഭവം ചെയ്തു, ഇതിൻ്റെ ഔട്ടിറങ്ങി കഴിഞ്ഞ് ഇപ്പോൾ മൊബൈലിൽ കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഇത്രയും സിനിമയെക്കാട്ടിലും ആളിൽ കത്തുന്ന ഒരു സംഭവമാണല്ലോ എന്ന് ഓർത്തു. അത് എല്ലാവർക്കും വീട്ടിലിരുന്ന് അവരുടെ സ്വകാര്യ മുറിയിലിരുന്ന് ഇങ്ങനെ കാണാമല്ലോ. അപ്പോൾ തിയേറ്ററിലാകുമ്പോൾ പൈസ കൊടുത്തൊന്നും എത്രയും റിസ്ക് എടുത്ത് പോയി അതിന് വേണ്ടി സമയം. ഈ ജോബി ചേട്ടൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജോബി പാല, ജോബി രാമപുരം, കലാഭവൻ ജോബി, ഹരിശ്രീ ജോബി, ഇങ്ങനെ ഒരുപാട് പേരുകൾ തുടക്കം തൊട്ട് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ ആളൊന്നേ ഉള്ളൂ. ഈ ആള് തന്നെയാണ്. അതെ. അതിൻ്റെ ഇടയ്ക്ക് ഈ അമേരിക്കൻ ജോബി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പേര് അങ്ങനെയും വന്നു. അതെന്നു വെച്ചാലേ ഈ സത്യത്തിൽ ഞാൻ രാമപുരത്തുകാരനാണ്. അപ്പം ഈ രാമപുരം തന്നെ 4 എണ്ണം ഉണ്ട്. അതെ അതെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് വിട്ടിട്ട് കോട്ടയത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ കൂടുതൽ പല സ്ഥലങ്ങളിൽ പ്രോഗ്രാമായിട്ട് സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എവിടെ വീട്? ഞാൻ പറയാം രാമപുരം. ഏത് രാമപുരം? അപ്പോൾ ഏത് രാമപുരം? പാലാ രാമപുരം. അപ്പോൾ അങ്ങനെ ഈ 4 രാമപുരം ഉള്ളത് കൊണ്ട് പിന്നെ ഞാൻ പാലാന്നങ്ങ് പറഞ്ഞ് അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി. ഈ മലപ്പുറത്തൊരു രാമപുരം, മലപ്പുറമുണ്ട്, ഹരിപ്പാടുണ്ട്, അത് തന്നെ, തിരുവനന്തപുരത്തുണ്ട്, പിന്നെ നമ്മുടെ ഈ രാമപുരം. പിന്നെ പലരും വേറൊരു ചോദ്യം ചോദിക്കുന്നത് ഈ സേതുമാധവന്റെ രാമപുരമാണോ എന്ന് ചോദിക്കുന്നത്. അത് തന്നെ, കിരീടത്തിൽ. അതെ, അത് ആ കഥാ പശ്ചാത്തലവും അതായത് ഷൂട്ട് ചെയ്തതെല്ലാം ഇവിടെ തിരുവനന്തപുരത്താണെങ്കിലും കഥ ബേസിക്കലി ഈ പാലാ രാമപുരം അത് പറയുന്നുണ്ട്. ഈ അനുകരണ കലയാണ് ചേട്ടനെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. മിമിക്രിയിലൂടെയാണ് വരുന്നത്. അതെ. ഈ എന്ന് മുതലാണ്? യുവജനോത്സവ വേദിയിലാണ്. ഞാൻ സ്കൂളിലൊക്കെ 92-93 കാലഘട്ടത്തിലൊക്കെ സ്കൂളിൽ തുടക്കം മിമിക്രി തുടക്കം ഈ പറഞ്ഞ പോലെ ഓണാഘോഷ പരിപാടിയൊക്കെ ഈ രാമപുരത്ത് തന്നെയുള്ള ഓണാഘോഷ പരിപാടി, അങ്ങനെ ക്ലബിൻ്റെ പരിപാടി, അങ്ങനെയാണ് നമ്മൾ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിലൊക്കെ ആകുമ്പോൾ നമ്മളിപ്പോഴും ഈ മിമിക്രിയോടുള്ള ആ ഇഷ്ടമേ, ആഗ്രഹം, അത് സൗണ്ട് അനുകരണവും അതുപോലെ തന്നെ ഏതെങ്കിലും തമാശ കണ്ടു കഴിഞ്ഞാൽ അത് ആ ചിന്തകൾ തന്നെയൊക്കെ ആയിരുന്നു എപ്പോഴും. അങ്ങനെ 92-93 കാലഘട്ടത്തിലെ സ്കൂൾ യുവജനോത്സവത്തിൽ നമുക്ക് ഫസ്റ്റ് റണ്ണറപ്പായി ഞാൻ. അതിനുശേഷം പിന്നെ 10ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന സമയത്താണ് ഈ കൊച്ചിൻ ഹരിശ്രീ എന്ന് പറഞ്ഞ ട്രൂപ്പിലേക്ക് ആൾക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞൊരു സംഭവം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂള് 10ാം ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ രാമപുരത്ത് തന്നെ ഒരു കലാകാരനുണ്ട്, സുരേഷ്.
ഞാനും സുരേഷും ഭയങ്കര കൂട്ടാണ്. പുള്ളി ഒഴിവ് സമയത്ത് പുള്ളി എന്നെക്കാളും ഒരു 2 വയസ്സ് 3 വയസ്സ് കൂടുതലുള്ള ആളാണ്. പുള്ളി ഒഴിവ് സമയത്തെല്ലാം ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ തോളൊക്കെ ഇട്ട് ഓരോ കാര്യങ്ങളും പറയും. പുള്ളി വന്നിട്ട് പാട്ട് പാടും. അതുപോലെ തന്നെ പാട്ട് നല്ല താളത്തിൽ അതിൻ്റെ ഈ സ്ട്രിങ്സ് ഇൻസ്ട്രുമെന്റ്സ് സൗണ്ട്സ് ഒക്കെ പുള്ളി ഈ ബാക്ക്ഗ്രൗണ്ട് ശബ്ദങ്ങൾ പുള്ളി അവതരിപ്പിക്കാൻ ഷൂളം അടിച്ചൊക്കെ പാടുകയും ചെയ്യും. നല്ല നല്ല കലാകാരൻ. പക്ഷെ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം നമ്മോടൊപ്പം ഇല്ല, അദ്ദേഹം കടന്നുപോയി. വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ ഓണ സമയത്തായിരുന്നു. അതായത് തുടക്കത്തിലെ ആദ്യം ചെയ്യുന്ന പ്രോഗ്രാമുകളിലെല്ലാം അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ചായിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പ്രൊഫഷണൽ ട്രൂപ്പിൽ വരുന്ന അങ്ങനെയാണ്. ഈ ഹരിശ്രീയുടെ കാര്യം പറഞ്ഞപ്പോൾ ഹരിശ്രീയിലേക്കാണോ ആദ്യമായിട്ട്? ഹരിശ്രീയിൽ ആദ്യം വരുന്നത്, കൊച്ചിൻ ഹരിശ്രീയിലേക്ക് ആദ്യം വരുന്നത്. അതൊക്കെ ഭയങ്കര വിചിത്രമായ സംഭവം. ഞങ്ങൾ നമ്മുടെ മാള ഭാഗത്തൊരു പള്ളിയിൽ ഒരു പ്രോഗ്രാം പോയി. അപ്പം ഞാനും സുരേഷും ഭയങ്കര കോമ്പിനേഷൻ, ഭയങ്കര ഞങ്ങൾ എപ്പോഴും ഈ ഒരുമിച്ച് നടന്ന് ഈ പ്രാക്ടീസ് ചെയ്ത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന പാത്രം പോലെ ഞങ്ങൾ ചെയ്യുന്ന ഓരോ സംഭവം. അപ്പം ഇത് അവിടെ നമ്മുടെ ഹരിശ്രീ തന്നെയുള്ള ഒരു ആർട്ടിസ്റ്റ് നമ്മുടെ ഈ പരിപാടി കാണാനായിട്ട്. അപ്പം പുള്ളി പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യാമോ, അടുത്ത ദിവസം നമ്മുടെ ഹരിശ്രീ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് വരാമോ, എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ഞാനും സുരേഷും കൂടെ ഇവിടുന്ന് ബസ് കയറുക രാമപുരത്ത് നിന്ന്. അങ്ങനെ എറണാകുളത്ത് ചെന്ന് ഈ ഹരിശ്രീ രഘുപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ അവിടെ ഇൻ്റർവ്യൂവിന് ആൾക്കാർ നിൽക്കുന്നു, വലിയ ക്യൂ. ഒയ്യോ, നല്ല പേഴ്സണാലിറ്റി ഒക്കെ ഉള്ള ടൈ ഒക്കെ കിട്ടി അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ സാധാ നാട്ടുപുറത്തെ ആൾക്കാരല്ലേ, നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സുരേഷ് ഏട്ടാ ഞാൻ അന്നേരം ഇത്രേ ഉള്ളൂ, ഇവനാണെങ്കിൽ ഇതിനെക്കാളും നല്ല ഹൈറ്റ് സൈസ് ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഏട്ടാ നമുക്ക് പറ്റിയ പരിപാടിയാണോ ഇത്, എനിക്ക് തോന്നുന്നില്ല. നീ നോക്കി, നമ്മളോട് വരാൻ പറഞ്ഞതാ, ഇവരെ പോലെ അല്ല, നമ്മളെ അങ്ങോട്ട് ചെല്ലണം എന്ന് അവിടുത്തെ ആർട്ടിസ്റ്റ് പറഞ്ഞതാ. അവർ ഇൻവൈറ്റ് ചെയ്തിരിക്കുക. സന്തോഷ് കുറുമശ്ശേരി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്. അപ്പോൾ അങ്ങനെ ചെന്നല്ലേ. പിന്നെ എന്നാ ഞാൻ പറഞ്ഞു, ഈ ക്യൂവിലൊക്കെ നിന്ന് അത് വെയിറ്റ് ചെയ്യുക, അവരുടെ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമായി ഈ ക്യൂ അങ്ങ് ഒതുങ്ങി മാവേലിശ്വറിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ ക്യൂ. അങ്ങനെ ഇവരുടെ ക്യൂ ഒക്കെ ഒതുങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, വാ കയറുവാന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഹരിശ്രീ അശോകൻ ചേട്ടനുണ്ട്, മച്ചാൻ വർഗീസ് ഉണ്ട്. അങ്ങനെ അതായത് പിന്നെ സിനിമയിലും ടി വിയിലൊക്കെ വന്ന എല്ലാ താരങ്ങളും ആ കാലത്തുണ്ട് ട്രൂപ്പിൽ. അപ്പോൾ അവരുടെ ഹരിശ്രീയുടെ റെക്കോർഡിങ് സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ അതിനകത്താണ് നമ്മളെ ഇൻ്റർവ്യൂവിന് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് നമ്മൾ കോമഡി ഒന്നും വേണ്ട, നിങ്ങൾ വേറെ ഒന്നും കോമഡി അനുകരണമോ ഒന്നും വേണ്ട, നമുക്ക് ശബ്ദം ഇൻസ്ട്രുമെൻസിൻ്റെ ശബ്ദം വേണ്ട. അന്ന് മിമിക്രി എന്ന് പറയുമ്പോഴത്തേനും അവർ 4 പേര് നിന്ന് ചെയ്യുന്ന സംഭവം. ഇതിപ്പോൾ ഒരു സൂപ്പർ മിമിക്സ് ഡ്രാമ എന്ന് പറഞ്ഞൊരു പുതിയ സെക്ഷൻ തുടങ്ങുക. അതിൽ നമുക്ക് സൗണ്ടുകളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യണം, അതിന് നമ്മളെ ആളെ വേണ്ടേ. അപ്പം ഇവനെയും വിളിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ പാട്ടിൻ്റേതും അവനിങ്ങനെ സ്ട്രിങ്സ് ചെയ്യും, ഞാൻ തബല ഋതം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഞാനും ചെയ്യും. അങ്ങനെ അപ്പോൾ ഇവർ റെക്കോർഡിങ് സ്റ്റുഡിയോയിലായിരുന്നു. അപ്പോൾ നമുക്ക് ഈ മൈക്ക് തന്നേക്കുമല്ലേ, അവർ കൺസോളിൻ്റെ അകത്തിരിക്കുന്നു. അപ്പോൾ അവർക്ക് നല്ല പഞ്ചിൽ കേൾക്കാം, നമുക്ക് ഇയർഫോണിൻ്റെ അകത്ത് നൈസായിട്ട് കേൾക്കാം. അപ്പോൾ നമുക്ക് ഇവരെ എല്ലാം കണ്ടിട്ട് ഇത് ശരിയാകുമോ എന്താണെന്ന് അറിയില്ല. അങ്ങനെ അവർക്ക് എന്താ പറയുക, അവർക്ക് നമ്മളെ ഇഷ്ടമായി. അത്രയും പേര് വന്നതിൽ നമ്മളെ എടുത്തു. അങ്ങനെയാണ് ഈ ഹരിശ്രീയുടെ ഭാഗമാകുന്നത്. ഈ ജോബി ചേട്ടൻ്റെ ഒരു പ്രത്യേകത ഈ ഒരു ഓൾറൗണ്ടറാണ്. അതായത് മിമിക്രി ആർട്ടിസ്റ്റുകൾ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ശബ്ദം അനുകരിക്കുന്നവരുണ്ട്, അതുപോലെ ഫിഗർ അവതരിപ്പിക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട്, സ്കിറ്റുകൾ അവതരിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ ഇതെല്ലാം കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് ചെയ്യുന്നവർ അത് മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ ജോബി ചേട്ടൻ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ജീവിതം നടക്കില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് എല്ലാത്തിലും കയറി പയറ്റി. നമുക്ക് അവസരത്തിനകത്ത് ഒഴുക്കുള്ളപ്പോൾ ഓടിയാലേ കാര്യമുള്ളൂ. അപ്പോൾ ആ ഒഴുക്കിനകത്തങ്ങ് പോയി, അല്ലെങ്കിൽ നമ്മളെ അവിടെ ആർക്കും വേണ്ട. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ജോലി വേണ്ട ചെയ്യാൻ. അപ്പോൾ അവർക്ക് വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് അങ്ങനെ കഠിന പരിശ്രമം നടത്തി എല്ലാത്തിലും പെർഫോം ചെയ്തു. അത് ശബ്ദങ്ങൾ അന്ന് ഇങ്ങനെ സ്റ്റേജിൽ കയറ്റിയല്ല അശോകൻ ചേട്ടൻ. അപ്പം നമ്മൾ സൈഡിൽ സ്റ്റേജിന്റെ മൂല മൈക്കും തന്നിട്ടുള്ള പരിപാടിയാണ്. അപ്പം അത് അങ്ങനെ എനിക്ക് കയറണം ആഗ്രഹം. അപ്പോൾ ഒരു ദിവസം ഒരാൾ ചെയ്യേണ്ട കഥാപാത്രം അയാൾ വന്നില്ല. അപ്പം അങ്ങനെ ഞാൻ കയറി. അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ അത് നന്നായിന്ന് അവർക്ക് കണ്ട്, അവർക്ക് ചിരി കിട്ടി. പിന്നെ ചെറിയ വേഷങ്ങളൊക്കെ പിന്നെ ഈ അശോകൻ ചേട്ടൻ ഓരോന്നും നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ടൈമിങ് ഈ പ്രൊഫഷണാലിസം എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ. അശോകൻ ചേട്ടൻ്റെ ഒക്കെ നമുക്ക് ആ ശിഷ്യത്വം കിട്ടിയത് വലിയ ആ സ്കൂളിലൊക്കെ ഒന്ന് പഠിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അവർ സിനിമയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നു.
ഗോഡ് ഫാദറൊക്കെ ഇറങ്ങിയ ആ കാലഘട്ടം. ആ സമയത്താണോ ഈ ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് വരുന്നതും? അല്ല, അതൊക്കെ കഴിഞ്ഞിട്ട് കൊച്ചിൻ ഹരിശ്രീ എന്ന് പറഞ്ഞ ടീമിൽ 2 വർഷം പോയി. അത് കഴിഞ്ഞിട്ട് അശോകൻ ചേട്ടനൊക്കെ തിരക്കായി കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങ് മാറി. ആ സമയത്ത് രമേഷ് കുറുമശ്ശേരി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റുണ്ട്, പുള്ളി സിനിമാലയിൽ. ഞാൻ ആദ്യമായിട്ട് കോമഡി പരിപാടി വരുന്നത് സിനിമാലയിലാണ്. ഏഷ്യാൻ്റെ അത് തുടങ്ങിയ സമയമാണ്. അപ്പോൾ ആ സമയത്ത് സിനിമാലയിൽ രമേശ് ചേട്ടനുണ്ട്. അപ്പം പുള്ളി ഇടയ്ക്ക് അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങളൊക്കെ തന്നു. ഈ മിമിക്രി അവതരിപ്പിക്കുന്ന കലാകാരന്മാരുടെ ഏറ്റവും വലിയ സ്വപ്നമുണ്ട് ഈ കലാഭവനിൽ എത്തുക എന്നുള്ളത്. അത് ഏറ്റവും വലിയ കലാഭവന്റെ ഒരു പാർട്ടായിട്ട് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കും. ഞാൻ ഈ കൊച്ചിൻ ഹരിശ്രീ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ രമേശ് ചേട്ടൻ, അങ്ങനെ ഹരിശ്രീയിലുണ്ടായിരുന്ന കുറേ ആൾക്കാരെല്ലാം കൂടി കൊച്ചിൻ ഒനീഡ എന്ന് പറഞ്ഞു ട്രൂപ്പർ. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞപ്പോഴത്തേനും അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ മിമിക്രിക്ക് വളരെ ആവശ്യ ഘടകമുള്ള തിരക്കുള്ള നമ്മളെ ഇങ്ങനെ ഓരോ ട്രൂപ്പുകൾ കൊത്തി വലിക്കും. അവനെ വേണം, അങ്ങനത്തെ ഒരു നോക്കി വെക്കും. അപ്പം ഡിമാൻഡാണ്, നമുക്ക് നല്ല പൈസയും കിട്ടും. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഈ കൊച്ചിൻ ഒനിയുടെ 2 വർഷം, അപ്പോൾ 95 കാലഘട്ടമാണ്. ആ സമയത്ത് ഗൾഫിന് പോയി, 1 മാസക്കാലം ഗൾഫ് പരിപാടി. അന്നൊക്കെ ഞാൻ ഇങ്ങനെ ഉണങ്ങി ഒട്ടി ഇങ്ങനെ ഇരുന്ന ആ 1 മാസം അവിടെ ചെന്ന് ഈ അവിടുത്തെ ഫുഡും അവിടുത്തെ പെപ്സി വരെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാമറാവും. ആ സമയത്ത് അങ്ങനെ ആ സമയത്താണോ ആദ്യത്തെ ഗൾഫ് യാത്ര? ആ 1 മാസം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഇവിടുന്ന് പോയ ഒരു ചെറിയ ബാഗുമായിട്ടാ തിരിച്ചു വരുന്ന ഒരു 4 ബാഗായിട്ട് ഗിഫ്റ്റൊക്കെ വന്നു. ഒത്തിരി പേര് നമ്മളെ സ്നേഹത്തോടെ ഒത്തിരി കാരണം അവർക്ക് ഈ പ്രവാസികൾക്ക് നമ്മളിങ്ങനെ കലാകാരന്മാരെ ഒരു സന്തോഷം വലിയ ഇഷ്ടമാണ്. എനിക്ക് അന്ന് ഇവിടെ ഒരു രുദ്രാക്ഷത്തിൽ സ്വർണ്ണത്തിൽ പൊതിഞ്ഞ ഒരു മറ്റേ മാലയൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടി. വീട്ടിൽ വരുമ്പോൾ അമ്മ നോക്കുമ്പോൾ ആളെ മാറിപ്പോയി. നമ്മള് പോയ ആളല്ല, അല്ലല്ല, ഇഷ്ടംപോലെ ഡ്രസ്സ്, ഷൂസ്, അതുപോലെ തന്നെ ഞാൻ വന്നിട്ട് നാട്ടുകാർക്കൊക്കെ വിതരണം ചെയ്തു. കാരണം നമുക്ക് അതാ സന്തോഷം, നമുക്ക് കിട്ടുന്ന മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ പിന്നെ അങ്ങനെ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സുരാജ് വെഞ്ഞാറമൂട് ടീമിലേക്ക് അങ്ങനെ തിരുവനന്തപുരം പോയി. തിരുവനന്തപുരത്ത് ഈ കൊച്ചിയിലെ പോലെയല്ല, ഭയങ്കരമായ പ്രോഗ്രാമാണ്. ഒരു ദിവസം 3 പ്രോഗ്രാം വരെ കാണും, ഡെയിലി പരിപാടി. അപ്പോൾ ഞാൻ ഈ സുരാജ് വെഞ്ഞാറമൂടിനെ ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നു. ഈ മനുഷ്യൻ ഈ കലയോട് ഇതുപോലൊരു സ്നേഹം, കാരണം ഉറങ്ങാൻ സമയമില്ല, ഡെഡിക്കേഷൻ അത്രയും. പുള്ളി ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം 2 പരിപാടി എന്തായാലും കാണും. അപ്പോൾ അത് കഴിഞ്ഞ് വെളുപ്പ് കൂട്ടിയാണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ റൂമൊക്കെ ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ച്. അപ്പോൾ ഈ പുള്ളിക്കാരനെ കാണിക്കുന്നത്, നമ്മൾ വന്ന് കിടക്കുന്നത് ഒരു 4 മണിയൊക്കെ സമയത്താണ്. കണ്ണ് തുറന്ന് ഒരു 10-10:30 ആകുമ്പോൾ നോക്കുമ്പോൾ സുരാജ് വെഞ്ഞാറമൂടിനെ കാണുകയില്ല. സുരാജ് എവിടെ നിന്ന് ചോദിക്കുമ്പോഴത്തേനും പുള്ളി മറ്റേ ഇതിന് ഡബിങ്ങിന് പോയതാണ്, അല്ലെങ്കിൽ റേഡിയോയിൽ പരിപാടി അവതരിപ്പിക്കാൻ പോയത്. അന്ന് കൈരളി ചാനൽ തന്നെ കൈരളി ചാനലിൽ പോയേക്കും. ഈ മനുഷ്യൻ ഇതും കഴിഞ്ഞിട്ട് പരിപാടിക്ക് വരും. പക്ഷെ എൻ്റെ പൊന്നെ അത്രയ്ക്കും കലയോട് സ്നേഹമാണ് പുള്ളി. അതുകൊണ്ടാണ് പുള്ളി ഇത്രയും ഒരു ഹൈറ്റ്സിലേക്ക് ഇത്രയും അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളന്നേരം കിടന്ന് ക്ഷീണമല്ലേ ഉറങ്ങും. പുള്ളി അങ്ങനെയൊന്നുമില്ല, പുള്ളി പൊടി തട്ടി പോളിഷ് ചെയ്താണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് തന്നെ വന്നിരിക്കുന്നത്. അപ്പം പിന്നെ ആഗ്രഹം എന്ന് പറഞ്ഞ സാധനം കൊണ്ട് നമ്മളെത്തും. ഈ ഗൾഫ് പരിപാടിയുടെ കാര്യം പറഞ്ഞല്ലോ, ഈ ഗൾഫിൽ ആദ്യമായിട്ടൊക്കെ പോകുമ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ പറ്റും. ഇപ്പം ഇവിടെ എയർപോർട്ടിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് പ്ലെയിനിൽ കയറുമ്പോൾ അവിടെ ചെന്നിട്ട് ഭാഷയൊന്നും എല്ലാവർക്കും അറിയില്ല. അപ്പോൾ ഈ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും ആ കാലത്തെ അനുഭവങ്ങളൊക്കെ. ഗൾഫിലൊക്കെ പോയപ്പോൾ നമ്മുടെ കൂടെ നന്നായിട്ട് അറിവും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ നമ്മുടെ മുന്നേ ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക, ഇമിഗ്രേഷൻ സമയത്തൊക്കെ പറഞ്ഞു തരാനൊക്കെ എല്ലാം ഉണ്ട്. പിന്നെ ഗൾഫിലൊക്കെ മലയാളികൾ ഇഷ്ടം പോലെയല്ലേ, അവർക്ക് മലയാളം കേൾക്കാനാണ് ഇഷ്ടം താനും. അപ്പം അങ്ങനെ അപകടം പിടിച്ച സ്ഥലത്തൊന്നും അങ്ങനെ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ അമേരിക്കയിൽ പോയപ്പം എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായി. അപ്പം അവിടെ അന്നേരം അമേരിക്കയിലൊക്കെ മാസങ്ങളോളം പ്രോഗ്രാം അങ്ങനെയൊക്കെ. അപ്പം നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഈ ഫ്രീ ടൈമിലൊക്കെ നമ്മൾ കടയിൽ ഗ്യാസ് സ്റ്റേഷനുണ്ട്, പെട്രോൾ പമ്പും ഗ്യാസ് സ്റ്റേഷനെല്ലാം കൂടി. അപ്പം അവിടെ എന്നെ നമ്മൾ അവിടെ ആക്കിയിട്ട് പുള്ളി പറഞ്ഞപ്പോൾ വരാമെന്ന് പറഞ്ഞൊരു പോക്കങ്ങ് പോയി ഓണത്. നമ്മൾ കടയിൽ നിൽക്കുക. അപ്പോൾ മൊത്തം ഇംഗ്ലീഷുകാരാണല്ലോ, മലയാളികളെ വിരലയിൽ എണ്ണാവുന്ന വല്ലപ്പോഴും കണ്ടെങ്കിൽ കണ്ടു. അപ്പോൾ ഒരു ഇംഗ്ലീഷുകാരൻ ജോനു പാവുമായിട്ടൊരാളും പുള്ളി ഇങ്ങ് വന്ന് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് അവിടെ ഈ സ്ഥലങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് പാലായ്ക്ക് പോകുന്നത് അല്ലെങ്കിൽ രാമപുരം പോകുന്നത് വഴി ഏതാ എന്ന് ചോദിക്കുന്നത്. അവിടെ വഴിയുടെ സ്ഥലത്തിൻ്റെ പേരല്ല, അവിടെ വഴിക്ക് ഒരു പിന്നെ നമ്പറായിട്ടായി. അപ്പം 17, 16 അങ്ങനെയൊക്കെ. അപ്പം എനിക്ക് ഇവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് വഴി.
അപ്പോൾ ഒരാൾ വന്നിട്ട് വേഴ്സ് 700 അപ്പം ഞാൻ ഇംഗ്ലീഷ് പറയണമല്ലോ, നമ്മളവിടുത്തെ സ്ഥിരം സ്റ്റാഫാണ് അവർ. അപ്പം ഞാൻ യെസ് 700 ഈസ് ഫസ്റ്റ് റൈറ്റ് 16, സെക്കൻഡ് റൈറ്റ് 17, ആഫ്റ്റർ ഗുഡ് യാ താങ്ക് യു. പുള്ളിക്ക് എന്താണ് പുള്ളിക്ക് എന്തോ മനസ്സിലായി. ഞാനത് വിജയിച്ചല്ലോ എന്നുള്ള രീതിയിൽ ഞാനും ഹാപ്പിയായി. എല്ലാം ഹാപ്പി. ഞാൻ മറ്റേ കടയുടെ ഓണറെന്ന് പറഞ്ഞു ഞാനിവിടെ സ്ഥിരമായി നിന്നാലോ എന്ന് ആലോചിക്കുക. കാരണം നമുക്ക് അത് മിമിക്രി കൊണ്ടുള്ളൊരു ഗുണമാണ്. ഇപ്പം നമ്മൾ പഠിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് പഠിച്ചിരുന്നെങ്കിൽ ഞാൻ അവിടെ കിടന്ന് വിഷമിക്കുകയല്ലായിരുന്നു. പക്ഷേ മിമിക്രി എന്ന് പറഞ്ഞൊരു കലയിൽ നമ്മൾ വന്നതും നമ്മൾ ഇത്രയും ലോകപരിചയം ഉള്ളതുകൊണ്ടും ഏതൊരു സാഹചര്യത്തിലും ഇപ്പോൾ ഒരു ഭാഷ കൊണ്ട് തന്നെ അറിയണമെന്നില്ല. നമ്മുടെ ആംഗ്യ ഭാഷ അല്ലെ നമ്മളെ എവിടെയെങ്കിലും ഞാൻ പിടിച്ച ഒരു കച്ചിത്തുരുപ്പെ പിടിച്ച് കയറും. പെട്ടെന്ന് സ്പോട്ടിൽ അതിൻ്റെ ഒരു മറുപടി അടിക്കും എന്തായാലും. പിന്നെ അത് എത്രയോ സ്ഥലങ്ങളിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് പെട്ടെന്ന് പരിസരം അറിഞ്ഞ് പെരുമാറുക എന്നുള്ളത്. പിന്നെ അല്ലേ അപകടമല്ലേ. എങ്ങനെ അയാൾ ഹാപ്പിയായി, അയാൾക്ക് സന്തോഷം, പറഞ്ഞ ചേട്ടന് സന്തോഷം. ഗുഡ് ഭയങ്കര. അപ്പം ഞാനും താങ്ക് യു. അത് ഞാൻ മര്യാദക്കാരാണ്, നമ്മുടെ ഇവിടുത്തെ പോലെയല്ല. അതെ അതെ. ഈ മിമിക്രി സ്റ്റേജിൽ അവതരിപ്പിച്ചു കുറേ വർഷക്കാലം ട്രൂപ്പുകളിൽ ഷോകളായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ ടി വിയിലൊന്ന് മുഖം കാണിക്കാൻ വേണ്ടിയിട്ട്, ടെലിവിഷൻ ചാനലിൽ പരിപാടി അവതരിപ്പിക്കാനുള്ള ആഗ്രഹം. ഏറ്റവും ആദ്യമായിട്ട് ഈ ടി വി പ്രോഗ്രാമിൽ വരുന്നത് ഏത് സമയത്താണ്? അത് ഈ പറഞ്ഞ പോലെ ഹരിശ്രീയിൽ ചെയ്യുന്ന സമയത്ത് തന്നെ. അന്ന് ഞങ്ങൾ ഒരു പോലീസ് സ്റ്റേഷൻ്റെ കയറ്റുണ്ടായിരുന്നു, ഞാനൊരു കോൺസ്റ്റബിളായിട്ടൊക്കെ. അത് നല്ല ഹിറ്റായിരുന്നു. അപ്പം അതെല്ലാം കണ്ടിട്ട് അങ്ങനെ സിനിമയിലേ പോയി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പക്രു ടിനി ടോമ ഉണ്ടായിരുന്ന ഒരു സവാരി ഗിരിഗിരി എന്ന് പറഞ്ഞ സൂര്യ ടി വിയിൽ പ്രോഗ്രാം. അപ്പോൾ അതിൽ അവർ അങ്ങനെ പോയി ചെയ്ത്. ആ സമയത്ത് ആ പ്രോഗ്രാമിന് വലിയ പോപ്പുലാരിറ്റി ആയിരുന്നു. ഭയങ്കര പോപ്പുലാരിറ്റി. അതായത് കോമഡി ഈ റിയാലിറ്റി ഷോകളൊക്കെ തുടങ്ങി വരുന്ന സമയത്ത്. അതെ. എല്ലാ ചാനലിലും അത്രയും കോമഡി പരിപാടികളൊന്നും തുടങ്ങിയിട്ടില്ല. ഇല്ല. പിന്നെ നമ്മുടെ കൈരളി ചാനലിൽ കോമഡി മന്ദഹാസം എന്നൊക്കെ സുരാജൊക്കെ ഉണ്ടായിരുന്നത്, അതിൽ പോയി. നമുക്ക് ഏറ്റവും ഗുണം ചെയ്തത് കോമഡി സ്റ്റാർസ് ആണ്. ഒരു ആർട്ടിസ്റ്റ് പരമായിട്ട് എന്നുള്ളൊരു പേരിലേക്ക് ബ്രാൻഡ് ചെയ്യപ്പെടുന്നു. നല്ലൊരു ടീമായിരുന്നു ഞങ്ങൾ. ഉല്ലാസ് പന്തളം, അജിത് കൂത്താട്ടുളം, മനോജ് വഴിപ്പടി, അങ്ങനെ ഞങ്ങൾ 4 പേര് നല്ലൊരു ടീം വർക്കായിരുന്നു. അത് എനിക്ക് ശരിക്കും ഒരു ലൈഫ് ഉണ്ടാക്കി തന്ന ആ പ്രോഗ്രാമാണ്. അതായത് ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആണെന്ന് തന്നെ പറയാം. അതെ. കോമഡി സ്റ്റാർസിൽ അവർ മാർക്കൊക്കെ കിട്ടാതെ അങ്ങ് പൊളിഞ്ഞ് ഔട്ടായി നിൽക്കുന്ന സമയത്താണ് ഞാനും അജിത് കൂത്താട്ടുകളും കൂടെ ഈ ഉല്ലാസ് പന്തളത്തിൻ്റെ ടീമിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു അവിടുന്ന് ഒരു യാത്രയായിരുന്നു. അപ്പോൾ ഈ നമ്മൾ ആശയങ്ങൾ ഇപ്പോൾ ഓരോ എപ്പിസോഡിൽ ഓരോ സ്ക്രിപ്റ്റുകൾ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര വിഷയദാരിദ്ര്യമായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഒരു അമ്മച്ചിയുടെ കഥാപാത്രം, എൻ്റെ വെല്ലുമ്മച്ചിയുടെയൊക്കെ ഞാനൊരു അമ്മച്ചിയുടെ കഥാപാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു സന്ധ്യാപ്രാർത്ഥനയുടെ ഒരു സംഭവം ഞങ്ങൾ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന നടത്തുന്നത്. അപ്പം പുള്ളിക്കാരനെ ഉല്ലാസിനെ എൻ്റെ ഭർത്താവായിട്ടും ഞാനൊരു അമ്മച്ചിയായിട്ടും പണ്ടൊക്കെ ഈ വീട്ടിലൊക്കെ കുരിശൊക്കെ വരയ്ക്കുമ്പോഴേ സന്ധ്യാപ്രാർത്ഥന എത്തിക്കുമ്പോഴത്തേനും ഈ ആ സമയത്ത് ഉറക്കം വരും. അനാവശ്യ വായിക്കോട്ടൊക്കെ പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ അന്നേരം വായിക്കോട്ടെ വരവ്, ആവശ്യമില്ലാത്ത ജോലി തിരക്കുകൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ തീർത്തിട്ട് ഇത് എങ്ങനെയാലും പെട്ടെന്ന് അവസാനിപ്പിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു ജീവിതാനുഭവം വെച്ച് ഈ വെല്ലുമിച്ചിക്ക് കുരിശ് വരയ്ക്കുമ്പോഴേ സ്നേഹങ്ങളുടെ പിതാവ് എടി പിന്നെ കോഴിക്കോട് അടച്ചോടി, കോഴിക്കോട് അവിടെ കഞ്ഞി തിളയ്ക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ഓരോ വീടുകളിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അത് വെച്ചിട്ട് കഥയുണ്ടാക്കി അങ്ങനെ ആ എപ്പിസോഡ്, ആ സ്കിറ്റ് ഗംഭീരമായിട്ട് ആളിക്കത്തി. അവിടെ നിന്നാണ് തോന്നുന്നു ഈ കഥാപാത്രത്തിന് ഒരു പോപ്പുലാരിറ്റി വന്നു. ഈ കഥാപാത്രത്തിനെ അവിടെ ശ്രദ്ധിക്കപ്പെട്ടു. അവിടെ ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും പിന്നീട് കോമഡി സ്റ്റാർസ് എല്ലാം തീർന്നു. അങ്ങനെ ഒരു 2-3 വർഷക്കാലം കോമഡി സ്റ്റാർസിൽ ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മഴവിൽ മനോരമയുടെ ഉഗ്ര ഉജ്ജ്വലം എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ അർജിപ്പ്, നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിലുള്ള അർജുന അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്നപോലെ ജോയിച്ചേട്ടൻ ചെയ്ത അമ്മച്ചിയുടെ കഥാപാത്രം ഉണ്ടല്ലോ, അത് ഇവിടെ പല കഥാപാത്രങ്ങൾ വരുമ്പോൾ ഈ കഥാപാത്രം ഒരു എൻട്രി ആയിട്ട് ഈ ജഡ്ജസിൻ്റെ അടുത്ത് വരികയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മെയിൻ ക്യാരക്ടറായിട്ട് ഞാനും പിന്നെ നമ്മുടെ ഇദ്ദേഹം കൂടെ നസീർ സംക്രാന്തി ഒക്കെ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പുള്ളിയുടെ കമലാസൻ എന്ന് പറഞ്ഞ കഥാപാത്രവും ഞാൻ അമ്മച്ചിയായിട്ട്
അത് അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ കഥാപാത്രത്തെ ജനം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങും. അതൊരു ഒരു പ്രത്യേക ദേശപ്പകർച്ചയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ കോസ്റ്റ്യൂമിൽ വരുമ്പോഴേ അതെ നമ്മുടെ ഒരു നാട്ടിൻപുറത്തുള്ള അമ്മച്ചിയായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അമ്മച്ചി അത് തന്നെയല്ല, അമ്മച്ചിക്ക് ഭയങ്കര സ്വാതന്ത്ര്യമാണ്. എന്ത് വേണമെങ്കിലും പറയാം. എന്നാടാ സായ നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ തന്നെ ഒരു അധികാരം ഇതുണ്ട്. അപ്പം നമുക്ക് ചെയ്യുമ്പോഴും നമുക്കൊരു നമ്മുടെ നാട്ടിൻപുറത്ത് അങ്ങനെയുള്ള അമ്മച്ചിമാർ ഒരുപാട് പേരുണ്ട്, ഇഷ്ടം പോലെയാണ്. അത് പരിചയമൊന്നും വേണ്ട അവർക്ക് അവർ നന്മ അവരുടെ മനസ്സിലുള്ളൂ, അല്ലാണ്ട് വേറൊന്നുമില്ല. ഈ നിഷ്കളങ്കമായ തമാശകൾ സാഹചര്യം നീ എന്നെ വെറുതെ 2 അടിച്ചിട്ടിരിക്കുമല്ലേ, കൊള്ളാം എന്നും ഇങ്ങനെ അടിച്ചോ നീ കേട്ടോ, അമ്മച്ചിക്ക് പറഞ്ഞ താടാ നീ തന്നെ അടിച്ചാൽ മതിയോ, ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ആളാണ്. അപ്പം അങ്ങനെ പറയുമ്പോഴത്തേനും നമുക്ക് ആൾക്കാരിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഉള്ള ആൾക്കാർ മനസ്സിൽ ഒന്ന് ചിന്തിക്കും, പുറമെ വേറെ ആയിരിക്കും സംസാരിക്കുന്നത്. ഇത് അവരുടെ മനസ്സിലുള്ള ഉള്ളു തുറന്ന് പറയുന്ന. ഈ അമ്മച്ചിയുടെ കഥാപാത്രം ആദ്യം ചെയ്യുന്നത് ചാനലിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ജോബി നമുക്കിത് സ്റ്റേജിലങ്ങ് അവതരിപ്പിച്ചാൽ ഇത് ആൾക്കാർക്ക് എങ്ങനെ എടുക്കുമെന്നറിയാം, ആൾക്കാരിലേക്ക് കൂടുതൽ അങ്ങ് ഇറങ്ങിച്ചെല്ലാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു പെട്ടെന്ന് അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഇത് സ്റ്റേജിലങ്ങ് അവതരിക്കും ലൈവായിട്ട്. അപ്പം അത് ജനം അങ്ങ് എടുത്തു. പിന്നെ അത് ഞാൻ കൂടുതലും അത് ഓരോ സാധനം പഠിച്ചു വെച്ചിട്ടല്ല, അപ്പം തോന്നുന്നു സാഹചര്യത്തിനനുസരിച്ചുള്ള. ഇപ്പം സാജനെ കണ്ടു, സാജൻ്റെ ആറ്റിറ്റ്യൂഡ് എന്നാ, സാജനാകെ വിഷമിച്ചിരിക്കുവാണെങ്കിൽ ഞാൻ എന്നാ പറ്റുമോ, നിനക്ക് എന്നാ പറ്റിയത്, നിനക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണോ, അതോ നീ കല്യാണമൊന്നും നടക്കുന്നില്ല, അതായിരിക്കും അല്ലേ, നിനക്ക് വിഷമിക്കും, നിനക്ക് പറ്റിയ പെണ്ണെ ഞാൻ സെറ്റാക്കി തരാടാ കേട്ടോ, പെണ്ണ് കിട്ടിയാൽ നീ ഇതിലപ്പുറം നീ ദുഃഖിതനാവും, അത് വേറെ കാര്യം. എന്നാലും നിന്റെ ആഗ്രഹം അങ്ങനെ നമ്മുടെ മനസ്സിൽ അന്നേരം വരുന്ന വാക്കുകളെ ആൾക്കാരിലേക്ക് അങ്ങനെ എത്തിച്ച് ഓഡിയൻസിന്റെ ഇടയിലൊക്കെ ഇറങ്ങും, അവരോട് ഇന്ററാക്ഷൻ ചെയ്യുന്നുണ്ട്. അതെ അതെ. അപ്പൊ അങ്ങനെയൊക്കെ ഈ പ്രോഗ്രാം ഒന്ന് വിപുലീകരിച്ചു. അതെ, ഈ കഥാപാത്രം സ്റ്റേജിലേക്ക് വന്നു. അതെ 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 അതെ. അപ്പൊ ഈ സ്റ്റേജിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പലപ്പോഴും 2 മീഡിയമാണ്, ഒന്ന് സ്റ്റേജ്, ഒന്ന് ചാനൽ ഫ്ലോറുകൾ. ഇതിന് വേണ്ടിയിട്ട് ചാനൽ ഫ്ലോറിൽ നമ്മൾ ഓരോ ദിവസവും ഓരോ എപ്പിസോഡിന് വേണ്ടിയും പുതിയ കണ്ടന്റുകൾ കണ്ടെത്തണം. അത് വളരെ റിസ്ക്കാണ്, ഭയങ്കര പണിയാണ്. കാര്യം അതിൽ കണ്ടന്റുകൾ കണ്ടെത്തിയാൽ മാത്രം പോരാ, അതിൽ വേണ്ട രീതിയിൽ കോമഡികൾ വരണം, അതിൽ നല്ല ക്ലൈമാക്സുകൾ എത്തണം. അപ്പോൾ ഇത് കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് കണ്ടെത്താൻ സാധിക്കുള്ളൂ. പക്ഷേ സ്റ്റേജിൽ അങ്ങനെയല്ല, സ്റ്റേജിൽ ലൈവായിട്ട് ഇങ്ങനെ ഇപ്പോൾ ഈ അമ്മച്ചിയുടെ കഥാപാത്രം പോലെയുള്ളത് അത് ഇന്നുള്ള ഓഡിയൻസിൻ്റെ ഇടയിലല്ലല്ലോ നാളെ നമ്മൾ പോണേ. നാളെ വ്യത്യാസം വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളാണല്ലോ. പിന്നെ പല സ്ഥലത്തും പല രീതിയുണ്ട്, പല സംസ്കാരമുണ്ടല്ലോ. ഉണ്ട്. ഒരു ഏരിയയിലുള്ള ആൾക്കാരല്ല വേറൊരു ഏരിയയില്, അവരൊന്നും ഹെർട്ട് ചെയ്യാതെ നമ്മൾ പോകും. അങ്ങനെ കൊണ്ടുപോയി ചെറിയ സാധനങ്ങളൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഇഷ്ടക്കേടുകളൊക്കെ ഉണ്ടാവും ചില ആളുകൾക്ക്. നമ്മൾ ആരെയും വേദനിപ്പിക്കുന്നില്ല, നമ്മൾ മാക്സിമം ജനങ്ങൾക്ക് സന്തോഷം കൊടുക്കുക. ഇന്നലെ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറേ ചേച്ചിമാർ എൻ്റെ അടുത്ത് വന്നു. കൂടുതലും നമ്മളെ സ്നേഹിക്കുന്ന ഈ അമ്മച്ചിമാരും ചേച്ചിമാരൊക്കെ ആയിരിക്കും. എൻ്റെ പൊന്നെ ചിരിച്ച് മനുഷ്യൻ്റെ തലവേദന എടുത്തു പോയി, എൻ്റെ പൊന്നു എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ ജോലി ചിരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ അതിന് വേണ്ടി അത്രയും കഠിനമായിട്ട് അധ്വാനിച്ചിട്ട് തന്നെയാണ്. അതിനപ്പുറം ദൈവം എന്ന് പറഞ്ഞൊരു ശക്തിയുണ്ട്. നമ്മളത്രയും ആ ദൈവത്തെ വിളിച്ച് അത്രയും നിങ്ങൾ വരുന്ന ആൾക്കാരിലേക്ക് അത്രയും സന്തോഷം കണ്ടെത്തി കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് വരുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, എന്നെ ഇതുപോലത്തെ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് നമ്മൾ മാക്സിമം മനുഷ്യന് സന്തോഷം കൊടുക്കുക അല്ലേ. ഇന്നത്തെ കാലത്ത് എല്ലാവരും പിരിവെട്ടി നിൽക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാവർക്കും സ്പീഡാണ്, ഒരുപാട് വേഗതയിൽ എല്ലാവരും സ്ട്രെസ്സാണ്. കുഞ്ഞു പിള്ളേർക്ക് പോലും, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് പോലും ഒരു സമാധാനമില്ല, സമയമില്ലെന്നുള്ള സമാധാനം കൊടുക്കുന്നില്ല. ഇനി തന്നെ പഠിത്തത്തിൻ്റെ ലോഡ്. ഈ സ്കൂളിലൊക്കെ ആനുവൽ ഡേക്കൊക്കെ പോകും. അപ്പോൾ അന്നേരമൊക്കെ നമ്മളെ കുഞ്ഞു പിള്ളേരുടെ സന്തോഷം കാണുമ്പോൾ മനസ്സിലാകുന്നത് അവരൊക്കെ ആ തുള്ളിച്ചേയും ചാടിച്ചേയും നമ്മൾ ചെയ്ത് വെച്ച കഥാപാത്രം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള വരുന്ന ആ സ്നേഹവും അവർക്ക് ആ ഒരു ദിവസം മാത്രമേ ഉള്ളൂ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്. ആനുവൽ ഡേ അല്ലെങ്കിൽ ആഘോഷത്തിന്റെ പരിപാടികൾ. അതെ. ഇതൊക്കെ വലിയൊരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ മനസ്സിൽ കരുതുന്നത്. കാരണം ഒരാൾക്ക് ഇപ്പോൾ സായൻ തന്നെ എപ്പോഴും സായൻ്റെ മുഖത്ത് വിഷാദം ഉണ്ട് ഇടയ്ക്കില്ല അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ സായന് നമുക്ക് ആ വിഷാദം മാറണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു നറുമരുന്ന് ചാർജ് ചെയ്യണം. അപ്പം അത് കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു വലിയ ഗിഫ്റ്റ് അല്ലേ. തീർച്ചയായിട്ടും. ഇപ്പം എൻ്റെ മനസ്സിൽ ഒത്തിരി വിഷമം. പക്ഷെ ഞാൻ മറ്റുള്ളവരുടെ എന്തെങ്കിലും കണ്ട് ഞാൻ ചിരിക്കും. ചിലപ്പോൾ ഞാൻ സാജന്റെ ചില കാര്യങ്ങൾ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ചിരിക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ഒരാളുടെ ഒരു ക്വാളിറ്റിയാണ്.
കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ ചിരിപ്പിക്കാനുള്ള കഴിവ്. നമുക്ക് എത്രത്തോളം ടെൻഷനും നമ്മുടെ ഉള്ളിൽ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതെല്ലാം പറഞ്ഞിട്ട് ഒരു ഓഡിയൻസിലേക്ക് വരുമ്പോൾ ആ ആളുകളെ നന്നായിട്ട് കയ്യിലെടുത്ത് വേറൊരു വഴിയിലേക്ക് കൊണ്ടുപോകുന്നത് അതൊരാളുടെ ക്വാളിറ്റിയാണ്. അത് ആർട്ടിസ്റ്റുകളുടെ ഒരു ഗുണമാണെന്ന് പറയാം. പിന്നെ എത്രയോ കലാകാരന്മാർ ഇങ്ങനെ സന്തോഷം കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ വലിയ ഗിഫ്റ്റ് തന്നെ.